അസ്ന എന്തോ നല്ല കോസ്റ്റ്യൂം അസ്ന. Thank you. നമ്മളിങ്ങനെ വെൽവെറ്റിൽ ഇത്രയും റയർ ആയിട്ടുള്ള ഒരു കളർ അധികം കാണാറില്ല. നല്ല ഭംഗിയുണ്ട് അസ്നയ്ക്ക്. താങ്ക് യു. പുണ്യമക്ക റൗണ്ടിൽ ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? കാവുബനേരിൽ കണ്ടു ഞാൻ എന്ന് പറഞ്ഞൊരു സോങ് ഷെരീഫ് കബാഡി. ഷെരീഫ് കബാഡിയ പാട്ട്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇത്രയും അല്ലേ എത്ര എപ്പിസോഡുകൾ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പൊ ഇത് നമ്മളെ തേർഡ് റൗണ്ട് അല്ലേ, ഒരു ഫൈനൽ പെർഫോമൻസ് തന്നെയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത പോലെ പാട്. താങ്ക് യു.
ചെയ്തു. ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇപ്പൊ നമ്മള് മക്കയെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, സെലക്ട് ചെയ്തു. അതിന്റെ ഇമോഷനും അത് കൺവേ ചെയ്ത രീതിയും പിന്നെ ഷെരീഫ് ക പറയേണ്ട കാര്യമില്ല, അതൊക്കെ അതിന്റെ റീസൺ ആണ് അല്ലേ? അൻവർക്ക ആൻഡ് ഷബ്നം. അസ്നഫളെ എന്തൊക്കെ മക്കളെ നന്നായി പാടി കേട്ടോ, നല്ല നല്ല വൃത്തിക്ക് പാടി, ക്ലീൻ ആയിട്ട് പാടി. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ അതങ്ങനെയൊന്നും വന്നില്ല, വളരെ മനോഹരമായിരുന്നു ഷെരീഫിക്കയുടെ പാട്ട്. വല്ല എന്താ പറയുക, നമ്മുടെ കഅബയുടെ മക്കയുടെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ എല്ലാം വരുന്ന സുന്ദരമായ ഒരു രചന, അത് അതിമനോഹരമായിട്ട് തന്നെ മക്കൾ പാടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഷബ്നം. അസ്ന, ഓ ഒരുപാട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു. നന്നായിട്ട് പാടി. Thank you. വളരെ ശ്രദ്ധിച്ച് പാടി കേട്ടോ, വളരെ ശ്രദ്ധിച്ച് ഓരോ വരികളും ശ്രദ്ധയോടെ പാടി തീർത്തു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അസ്നയ്ക്ക് കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ മാറിയപ്പോൾ ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഫിസിക്കൽ പ്രോബ്ലം വരുമ്പോഴാണ് നല്ലപോലെ പാടും തോന്നുന്നു. ഇപ്പൊ തുടങ്ങും ചുമ. വേണ്ട വേണ്ട, പക്ഷെ കൊറേ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട, ചുമയൊന്നും വേണ്ട, നമുക്ക് പാട്ട് മതി. അതെ, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് അവരിങ്ങനെ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല, അത്ര ഹാപ്പി ആയിട്ടാണ് പറഞ്ഞതൊക്കെ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണ്.